ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഹനീത്താണ്. അറബിക് റൈസാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല പൗഡർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5 പീസ് ഏലക്ക, ഒരു 6 പീസ് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാല പൗഡർ മാത്രമാണ് നമ്മൾ ചിക്കൻ ഹനീത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ച് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കിലോ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. 2 പീസ് മാഗി ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് അല്പം ഓയിലും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചിക്കൻ പീസസ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി എടുത്ത് വെക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കുകയാണ്. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് നമ്മൾ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്കൊരു ബ്ലാക്ക് കളറൊക്കെ കിട്ടുക. ചിക്കൻ ഹനീത്ത് എന്ന് പറയുമ്പം അതൊരു ബ്ലാക്ക് കളറാണ് അതിൻ്റെ ചിക്കൻ്റെ കളർ ഉള്ളത്. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കുക്ക് ചെയ്ത ചിക്കനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അതായത് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി, നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ചിക്കൻ ഇതുപോലത്തെ ഒരു കളറൊക്കെ കിട്ടുക. നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ വഴനയില ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് 3 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ഒരു 3 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി എത്രയാണോ എടുത്തത് ആ ഒരു ഏകദേശം അളവിന് തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വലിയ പീസാകാതെ മതി, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അത്രയും വെന്ത് വരുന്നവരെ നമ്മളിത് അടച്ച് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതുപോലെ തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടറും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മളിവിടെ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. അതിന് ബാക്കിയുള്ളത് നമ്മൾ തിളച്ച വെള്ളം കൂടെ എടുത്താൽ മതി. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിടുന്നവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മളിത് കുതിർത്ത് വെച്ച റൈസാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.